അമിതാധികാര വാഴ്ചയുള്ള പുതിയ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണകൂടമാണ് രാജ്യത്തുള്ളതെന്നും അത് ഫാസിസത്തിലേക്കുള്ള യാത്രയിലാണെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. അതിനെ പിടിച്ചുകെട്ടാൻ മതനിരപേക്ഷ ശക്തികൾ ഒറ്റക്കെട്ടായി നിൽക്കണം. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥ കയ്യൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, 24 പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. ഇന്ത്യൻ വിപ്ലവ പോരാട്ടത്തിന്റെ ഉജ്ജ്വല ഭൂമിയായ കയ്യൂരിലെ രക്തസാക്ഷി സ്മൃതി കുടീരത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർ രക്തപതാക ജാഥ ക്യാപ്റ്റനായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന് കൈമാറി. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. രക്തസാക്ഷി നഗറിൽ നടന്ന പൊതുയോഗം M.V. ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പുസ്തക മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ, കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. അതിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അവർ ഉപയോഗിക്കുന്നത് മതധ്രുവീകരണമാണ്, ഹിന്ദുത്വ അജണ്ട. ആ ഹിന്ദുത്വ അജണ്ടയിലൂടെ അമിതാധികാര വാഴ്ച സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന പുതിയ ഫാസിസ്റ്റ് പ്രവണതയുള്ള ഗവൺമെന്റാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായി ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനമാകെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള ഒന്നാമത്തെ ശത്രുവായി ഇതിനെ കാണണം. ഈ ഗവൺമെന്റിന്റെ ഭരണകൂട സംവിധാനത്തെ മനസ്സിലാക്കണം എന്ന് രാഷ്ട്രീയ പ്രമേയത്തിൽ CPIM കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാൽ അധ്യക്ഷനായി. വത്സൻ പാനോളി മാനേജരായ ജാഥയിൽ K. അനുശ്രീ സ്ഥിരാംഗമാണ്. ചുവപ്പ് വളണ്ടിയർമാരുടെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടെ പ്രയാണം നടത്തുന്ന പതാക ജാഥയ്ക്ക് മുഴക്കോത്തും ചെറുവത്തൂരിലും ഉൾപ്പെടെ വഴിയിൽ കാത്തുനിന്ന ആയിരങ്ങൾ അഭിവാദ്യം അർപ്പിച്ചു. ജില്ലാതിർത്തിയായ കാലിക്കടവിൽ പതാക ജാഥയ്ക്ക് സ്വീകരണം നൽകി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി M.V. ജയരാജന്റെ നേതൃത്വത്തിൽ നേതാക്കൾ പതാക ജാഥയെ കണ്ണൂരിലേക്ക് സ്വീകരിച്ചു. കൈരളി ന്യൂസ്, കാസർഗോഡ്.